നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. പാപ്പ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ പീഡാനുഭവ തിരുനാളും ഉദ്ധാനവും അനുസ്മരിച്ച് ഈസ്റ്റർ സന്ദേശം നൽകിയ ശേഷം. ലോകമനസാക്ഷിയുടെ ശബ്ദമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കും ജീവിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ഭാഗ്യമായി കരുതുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് എം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ക്രിസ്തുമത വിശ്വാസികൾക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ നഷ്ടമാണെന്ന് മുതിർന്ന CPM നേതാവ് M. മണി MLA. ലഹരിയും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളും വില്ലന്മാരാകുന്നതോടെ ജില്ലയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനകം ജില്ലയിൽ പൊലിഞ്ഞത് 2000-ഓളം ജീവനുകൾ. 5 വർഷത്തിനിടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവനൊടുക്കിയത് അടിമാലിയിൽ. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് നടത്തുന്ന അനാവശ്യ പോരാട്ടങ്ങളും യുദ്ധങ്ങളും പദ്ധതികൾ പലതും തടസ്സപ്പെടുത്തുന്നതായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. അനാവശ്യമായ എതിർപ്പുകളും പോരാട്ടങ്ങളുമാണ് ആശാവർക്കർമാരുടെ ഉൾപ്പെടെ പല മേഖലകളിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. സർക്കാരിന്റെ പിടിവാശി മൂലം സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി, പാചക തൊഴിലെടുക്കുന്നവരുടെ വിഷയങ്ങൾ എന്നിവ അനിശ്ചിതത്വത്തിലായെന്നും MP. വിശദമായ വാർത്തകൾ. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. ക്രിസ്തുവിന്റെ പീഡാനുഭവ തിരുനാളും ഉദ്ധാനവും അനുസ്മരിച്ച് ഈസ്റ്റർ സന്ദേശം നൽകിയാണ് പാപ്പ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. ചരിത്രം തിരുത്തിക്കുറിച്ചാണ് 2013 മാർച്ച് 13 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ നിന്നുള്ള കർദിനാൾ മാരിയോ ബെർഗോളിയ കത്തോലിക്ക സഭയുടെ 266ാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായിരുന്നു പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നറിയപ്പെട്ട മാരിയോ ബെർഗോളിയ. 1272 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു യൂറോപ്പിന് പുറത്തുനിന്ന് ഒരാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ റെയിൽവേ തൊഴിലാളിയായ മാരിയോ ജോസ് ബെർഗോളിയോയുടെയും സാധാരണക്കാരിയായ വീട്ടമ്മ മരിയ സിവോറിയയുടെയും 5 മക്കളിൽ ഒരാളായി ജനനം. ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ ഒരു മധ്യവർഗ കുടുംബമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടേത്. സാധാരണ കുടുംബത്തിൽ ജനിച്ച അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞും ഇടപഴകിയും വളർന്നതിനാൽ താഴേക്കിടയിലുള്ളവർക്ക് അദ്ദേഹം പ്രത്യേകം പരിഗണന നൽകിയിരുന്നു. എല്ലായ്പ്പോഴും ശാന്തനും പ്രസന്നവദനുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിലൊന്ന്. അണുബാധയെ തുടർന്ന് ശ്വാസകോശങ്ങളിലൊന്ന് നീക്കം ചെയ്ത് 10 വർഷത്തിന് ശേഷം 32-ാം വയസ്സിലാണ് അദ്ദേഹം വൈദിക പട്ടം ഏറ്റെടുക്കുന്നത്. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ 2013 ഫെബ്രുവരി 28 രാജിവെച്ചതിനെ തുടർന്നാണ് കർദിനാൾ ഹോർഹെ മാരിയോ ബെർഗോളിയോയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത്. പേര് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ തന്റെ വഴികൾ വ്യത്യസ്തമാണെന്ന് പുതിയ പാപ്പ ലോകത്തിന് വെളിപ്പെടുത്തി. കത്തോലിക്ക സഭയുടെ 2000-ലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിച്ചത്. ക്രിസ്തുവിന്റെ പീഡാനുഭവ തിരുനാളും ഉത്ഥാനവും അനുസ്മരിച്ച ഈസ്റ്റർ സന്ദേശം നൽകിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളും മാനവികതയുടെ പ്രത്യാശയായി മാറി. യുദ്ധം അവസാനിപ്പിക്കാനും ലോകസമാധാനത്തിനും ആഹ്വാനം ചെയ്ത ശേഷമാണ് മാർപ്പാപ്പ ഈ ലോകത്തു നിന്ന് മടങ്ങിയത്. ലോകമനസാക്ഷിയുടെ ശബ്ദമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. ആധുനിക കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച ആത്മീയ ആചാര്യനായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കാണിച്ച കരുതൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. സുവിശേഷത്തിലെ ഈശോയോട് സമരസപ്പെടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും. 140 കോടി ക്രൈസ്തവരുടെ മാത്രമല്ല ലോക ജനതയുടെ മുഴുവൻ ആരാധ്യ പുരുഷനായിരുന്നു അദ്ദേഹമെന്നും മെത്രാൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിയോഗത്തിൽ ഇടുക്കി രൂപതയിലെ വിശ്വാസി സമൂഹം മുഴുവൻ അനുശോചിക്കുന്നു. ലോകത്തെ മുഴുവൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രത്യേകിച്ച് പാവങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ലോകമനസാക്ഷിയുടെ ശബ്ദമായിരുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആധുനിക കാലഘട്ടത്തിൽ മാനവരാശി ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ നമുക്ക് ഫലമേൽപ്പിക്കാം. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരിശുദ്ധ പിതാവിന് വലിയ ഇടമുണ്ട്. ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് അനുസ്മരിക്കാം. ഈ രൂപതാ കുടുംബം മുഴുവൻ പ്രത്യേകമായ
പ്രാർത്ഥനകളിലൂടെയും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അനുസ്മരണത്തിലൂടെയും പരിശുദ്ധ പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കും ജീവിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ഭാഗ്യമായി കരുതുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. മാർപ്പാപ്പയുടെ വാക്കുകൾക്കായി ലോകമെന്നും കാതോർത്തിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ഏതു തരത്തിലും നമുക്ക് പകരം വയ്ക്കാൻ ആകാത്തതാണ്. ലോക സമൂഹത്തിനു മുൻപിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മഹത്വം എക്കാലവും ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ടെന്നും എം പി അനുസ്മരിച്ചു. പരിശുദ്ധ മാർപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കും ജീവിച്ചിരിക്കാൻ സാധിച്ചു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾക്കാണ് ലോകം എന്നും കാതോർത്തിരുന്നത്. ലോകം കാത്തിരുന്ന വാക്കുകൾ, ലോകത്തിന് ആവശ്യമുണ്ടായിരുന്ന വാക്കുകൾ, നന്മയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഒരു ഉപാസകനെ പോലെ അദ്ദേഹം പറഞ്ഞതായ കാര്യങ്ങൾ ലോകസമൂഹം എത്രയോ ശ്രദ്ധയോടുകൂടി കേൾക്കുകയായിരുന്നു. പാപ്പയുടെ ജീവിത ശൈലി കൊണ്ട്, പ്രവൃത്തി കൊണ്ട് വിശ്വാസ്യതയും സ്വീകാര്യതയും ആർജിച്ചെടുക്കുകയും വിശ്വാസ സമൂഹത്തിൻ്റെ നല്ല ഇടയൻ എന്നുള്ള നിലയിൽ അജഗണങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുകയായിരുന്നു. ലോക സമൂഹത്തിന് മുൻപിൽ ഫ്രാൻസിസ് പാപ്പയുടെ ആ മഹത്വം എന്നും എക്കാലവും ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. ലോകത്തിൻ്റെ ചരിത്രം എന്നും തങ്കലിപികളിൽ പരിശുദ്ധ പാപ്പയുടെ നാമം എഴുതി ചേർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ക്രിസ്തുമത വിശ്വാസികൾക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ നഷ്ടമാണെന്ന് മുതിർന്ന CPM നേതാവ് എം മണി. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വക്താവായിരുന്നപ്പോഴും മാനവരാശിയുടെ നന്മയ്ക്കു വേണ്ടിയും അനീതികൾക്കെതിരായി മാർപ്പാപ്പ നിരന്തരം ശബ്ദമുയർത്തി. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സാക്ഷ്യങ്ങളിലൂടെയും മൂല്യങ്ങളിലൂടെയും കാലവും ലോകവും ഫ്രാൻസിസ് മാർപ്പാപ്പയെ എന്നും അനുസ്മരിക്കുമെന്നും എം മണി അനുശോചിച്ചു. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ നായകനാണ് വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അത് ആ സമൂഹത്തിന് മാത്രമല്ല, സമൂഹത്തിന്, ലോകത്തിന് തന്നെ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും കുറുഞ്ചേരി MLA എന്ന നിലയിൽ എം മണി എന്ന ഞാൻ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുക. ലഹരിയും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളും വില്ലന്മാരാകുന്നതോടെ ജില്ലയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനകം ജില്ലയിൽ പൊലിഞ്ഞത് 2000-ഓളം ജീവനുകളാണ്. 5 വർഷത്തിനിടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവനൊടുക്കിയത് അടിമാലിയിലാണ്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്തില്ലാതെ മരണമെന്ന അവസാന വാക്കിലേക്ക് എടുത്തു ചാടുന്നവരുടെ എണ്ണം ജില്ലയിൽ വർദ്ധിക്കുകയാണ്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2020 ജനുവരി മുതൽ 2025 മാർച്ച് വരെ ജില്ലയിൽ വിവിധ കാരണങ്ങളാൽ ജീവനൊടുക്കിയത് 2204 പേരാണ്. ലഹരി, കുടുംബ പ്രശ്നങ്ങൾ, ഗുരുതര രോഗങ്ങൾ, സാമ്പത്തിക ബാധ്യത, സൈബർ രംഗത്തെ ചൂഷണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ. കർഷക ആത്മഹത്യകളാണ് മുമ്പ് കൂടുതലായി കേട്ടിരുന്നത്. എന്നാൽ കുടുംബ പ്രശ്നങ്ങൾ മൂലമുള്ള ആത്മഹത്യകൾ കൂടിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നതായി ഫോറൻസിക് സർജൻ ഡോക്ടർ VK പ്രശാന്ത് പറയുന്നു. അതിൽ ആത്മഹത്യയിൽ കണക്ക് നോക്കുമ്പോൾ പുരുഷന്മാരുടെ എണ്ണം കൂടുതലായിട്ട് വരുന്നത്. അത് മിക്കവാറും ഒരു മധ്യവയസ്കരായിട്ടാണ് കൂടുതൽ വരുന്നത്. പിന്നെ ഇവരിൽ തന്നെ മിക്കവാറും പുരുഷന്മാരാണെങ്കിൽ മിക്കവാറും മോഡസ് ഓപ്പറാണ്ടിയിൽ മിക്കവാറും ഹാങ്ങിങ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് രണ്ടാമത് വരുന്നത് പോയിസൺ കേസുകളാണ്. പിന്നെ രണ്ടാമത് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന കേസുകളാണ് കൂടുതലും ഡ്രൗണിങ്, അതായത് കുളത്തിലോ കിണറ്റിലോ ഒക്കെ ചാടി മരിക്കുക എന്നുള്ളത് വീണ്ടും മൂന്നാമതായിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് ഹാങ്ങിങ് തന്നെയാണ്. പുരുഷന്മാരാണ് കൂടുതലും. പലപ്പോഴും നമ്മൾ അന്വേഷിച്ച് വരപ്പോൾ ഇത് കൂടുതലും സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ അന്ധമായ ലഹരിയുടെ ഉപയോഗം, കുടുംബത്തിലുള്ള അന്തഛിദ്രം, നാട്ടുകാരോടോ വീട്ടുകാരോടോ ഒഴിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ, അമിതമായ പൈസ കടം മേടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. 5 വർഷത്തിനിടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവനൊടുക്കിയത് അടിമാലിയിലാണ്. 151 പേർ. നെടുങ്കണ്ടം 146, തൊടുപുഴ 140, കുമളി 131, കട്ടപ്പന 128, ശാന്തൻപാറ 108, വെള്ളത്തൂവൽ 103, ഉപ്പുതറ 99, രാജാക്കാട് 96, മൂന്നാർ 90, ഉടുമ്പൻചോല 77 എന്നിവയുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ ജീവനൊടുക്കിയത് 2204 പേരാണ്. ജീവനൊടുക്കിയതിൽ കൂടുതലും പുരുഷന്മാരാണ്. അടുത്തിടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ആത്മഹത്യാ പ്രവണത കൂടുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സഹജീവികളോട് തുറന്ന് സംസാരിച്ചും ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയും മുൻപോട്ടു പോയാൽ ഒരു പരിധിവരെ ആത്മഹത്യയ്ക്ക് പരിഹാരമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.
സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് നടത്തുന്ന അനാവശ്യ പോരാട്ടങ്ങളും യുദ്ധങ്ങളും പദ്ധതികൾ പലതും തടസ്സപ്പെടുത്തുന്നതായി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. അനാവശ്യമായ എതിർപ്പുകളും പോരാട്ടങ്ങളുമാണ് ആശാവർക്കർമാരുടെ ഉൾപ്പെടെ പല മേഖലകളിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. സർക്കാരിന്റെ പിടിവാശി മൂലം സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി, പാചക തൊഴിലെടുക്കുന്നവരുടെ വിഷയങ്ങൾ എന്നിവ അനിശ്ചിതത്വത്തിലാണ്. സംസ്ഥാന സർക്കാരിന്റെ നിഷേധ നിലപാടും അനാവശ്യ വിവാദങ്ങളും കാരണം PM ശ്രീ പദ്ധതി കേരളത്തിന് നഷ്ടമായെന്നും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും എം പി ചെറുതോണിയിൽ വ്യക്തമാക്കി. കേന്ദ്ര സഹായത്തോടു കൂടി നടപ്പിലാകുന്ന ഈ പദ്ധതികൾ PM ശ്രീ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നയവുമായി ബന്ധപ്പെട്ട് കേരളം സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ തടഞ്ഞു വെച്ചതിനെയും ഞാൻ ശക്തമായ നിലയിൽ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. ഞാൻ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു കാര്യം നമുക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ പാവപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിലേക്ക് ആക്കിക്കൊണ്ട് ഈ വിധത്തിൽ ഈ രണ്ട് സർക്കാരുകളും കാണിക്കുന്ന ഈ ചക്കളത്തി പോരാട്ടം, അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വളരെയധികം പ്രയാസമുണ്ട്. വികസന കാര്യങ്ങളിൽ തടസ്സം വന്നിരിക്കുന്നു. ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, സ്കൂൾ കുട്ടികൾക്ക് പോലും ഏറ്റവും ദയനീയമായ ഒരു പരിധി, അവർക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നത് പോലും അത് വലിയ അവതാളത്തിലാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പാചക തൊഴിലാളികളെ വരെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കടന്നാക്രമണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിസ്തുമസ് ദിനത്തിൽ BJP നേതാക്കളുടെ നേതൃത്വത്തിൽ ദേവാലയങ്ങൾ തോറും സ്നേഹ സന്ദേശ യാത്ര നടത്തി. എന്നാൽ ഈസ്റ്റർ ദിനത്തിൽ ഇത് ഉണ്ടായില്ല. RSSന്റെ അജണ്ട രാജ്യത്ത് നടപ്പിലാക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നതെന്നും K. സലീംകുമാർ ആരോപിച്ചു. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും കടന്നാക്രമണങ്ങളും നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. രാജ്യ ഭരണാധികാരികളുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ കേരളത്തിലെ BJP നേതാക്കന്മാർ സ്നേഹ സന്ദേശ യാത്ര എന്ന പേരിൽ ക്രിസ്തീയ കുടുംബങ്ങളിലൂടെ എല്ലാം പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അവർക്ക് കേരളത്തിൽ സ്നേഹ സന്ദേശ യാത്രയില്ല. കാരണം എന്നാ ഇല്ലാത്തത്? അതൊന്ന് പരിശോധിക്കണ്ടേ? RSSകാരനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള BJP ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയുന്നത് RSSും സംഘപരിവാറുമാണ്. ആ RSSന് ഒരു അജണ്ടയുണ്ട് നമ്മുടെ രാജ്യത്ത്. പറയുന്ന 4 ആഭ്യന്തര ശത്രുക്കളുണ്ട്, രാജ്യത്തിനകത്തുള്ള ശത്രുക്കളുണ്ട്. അതിൽ ഒന്നാമത്തെ ശത്രു മുസൽമാനാണ്, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനിയാണ്, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ്, നാലാമത്തെ ശത്രു പിന്നോക്ക ജനവിഭാഗത്തിലുള്ള ഹിന്ദുക്കളാണ്, ആദിവാസിയും പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും. ഇപ്പൊ RSSും BJPയും എന്ന് പറയുന്നത് പൂണൂലിട്ട സവർണരുടെ പാർട്ടിയാണ്, പ്രസ്ഥാനമാണ്. അതിൽ ആദ്യത്തെ ശത്രുവായ മുസൽമാനെതിരെയുള്ള അക്രമം നമ്മുടെ രാജ്യത്ത് അനുദിനം വർദ്ധിച്ചു വരികയാണ്, ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളനം മെയ് 12, 13, 14, 15 തീയതികളിൽ പാലക്കാട് വെച്ചാണ് നടക്കുന്നത്. ഇതിനു മുന്നോടിയായിട്ടാണ് ഇടുക്കി ജില്ലാ സമ്മേളനം 2 ദിവസങ്ങളായി കട്ടപ്പനയിൽ നടക്കുന്നത്. ജില്ലയിലെ 46 യൂണിറ്റ് സമ്മേളനങ്ങളും 9 മേഖലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. കട്ടപ്പന നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ VR ശശി അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് VK ജെയിംസ്, ജോസ് ഫിലിപ്പ്, KJ ജോയ്സ്, ജോയി വടക്കേടം, KV സാജൻ, പ്രദീപ് രാജൻ എന്നിവർ സംസാരിച്ചു. സ്കൂട്ടറിൽ മ്ലാവിടിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാരന് പരിക്ക്. ചെറുതോണി സ്വദേശി ബൈജു രാജിനാണ് പരിക്കേറ്റത്. തലയടിച്ച് നിലത്ത് വീണെങ്കിലും ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഇടുക്കി മെഡിക്കൽ കോളേജിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടമുണ്ടായത്. ബൈജു സഞ്ചരിച്ച സ്കൂട്ടറിൽ അതിവേഗത്തിൽ റോഡിലേക്ക് ചാടിയ മ്ലാവ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈജു തലയടിച്ച് റോഡിൽ വീണു. ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായതായി ബൈജു പറഞ്ഞു. മാത്രം രക്ഷപ്പെട്ടാക്കുന്നതാണ്. നന്നായിട്ട് തലയിടിച്ചാണ് വീണാക്കുന്നത്. വണ്ടി മൊത്തം പോയാക്കുന്നത്. ഞാനൊരു പാവപ്പെട്ടവനാണ്. എൻ്റെ വണ്ടി ഇതുപോലെ നശിച്ചു പോയാക്കുന്നത്. എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല. എന്ത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഹെൽമെറ്റുള്ള മരിച്ചു പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ. 3 പിള്ളേരുള്ള ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. കൂലിപ്പണി എടുത്താണ് ജീവിക്കുന്നത്.
മുൻപും പ്രദേശങ്ങളിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ വാഹനയാത്രികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് വാഹനയാത്രികർക്ക് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കട്ടപ്പന അമ്പലക്കവല റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അടിമാലി കുമളി ദേശീയപാതയിലേക്ക് പാറക്കടവ് അമ്പലക്കവല റോഡ് ചേരുന്ന ജംഗ്ഷനിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ബൈപ്പാസ് റോഡിൽ നിന്നും വാഹനങ്ങൾ പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോഴും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴുമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. വൈകുന്നേരം 3 വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന അമ്പലക്കവല റോഡിലാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നത്. ദേശീയപാതയിലേക്ക് പാറക്കടവ് ബൈപ്പാസ് ചേരുന്ന ജംഗ്ഷനാണ് പ്രധാന അപകട കേന്ദ്രം. ഇറക്കവും വളവും ചേരുന്ന ഭാഗത്താണ് ബൈപ്പാസ് ചേരുന്നത്. ഇതുവഴി എത്തുന്ന വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന സമയം മറ്റു വാഹനങ്ങളുമായി ഇടിക്കുന്നതിന് പലപ്പോഴും കാരണമായിട്ടുണ്ട്. അതുകൂടാതെ ബൈപ്പാസിൽ നിന്നും വാഹനങ്ങൾ തിരിയുമ്പോൾ പ്രധാന പാതയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വേഗത്തിൽ ബ്രേക്ക് ചെയ്യുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇതിനോടൊപ്പമാണ് അമിത വേഗവും അശ്രദ്ധമായ ഡ്രൈവിംഗും. എപ്പോഴും തിരക്കനുഭവപ്പെടുന്ന പാതകളാണ് രണ്ടും. അതുകൊണ്ട് തന്നെ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3 വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. അപകട സാധ്യത കുറയ്ക്കുന്ന നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത്. കഞ്ചാവും MDMAയുമായി യുവാവ് അടിമാലി പോലീസിന്റെ പിടിയിൽ. എറണാകുളം കിഴക്കമ്പലം സ്വദേശി ബിജുവാണ് പിടിയിലായത്. ഹൈവേ പോലീസ് സംഘത്തിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ കുടുങ്ങിയത്. 5 ഗ്രാം കഞ്ചാവും 0.8 ഗ്രാം MDMAയുമായാണ് ദേശീയപാതയിൽ വാളറ ഭാഗത്ത് അടിമാലി പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ യുവാവ് പിടിയിലായത്. ഹൈവേ പോലീസ് സംഘത്തിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് എറണാകുളം കിഴക്കമ്പലം സ്വദേശി ബിജു കുടുങ്ങിയത്. ലഹരി വസ്തുക്കൾ യുവാവിന്റെ പേഴ്സിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. വാഹനം പരിശോധിക്കുന്നതിനിടെ യുവാവിന്റെ പേഴ്സും പരിശോധിച്ച പോലീസ് പേഴ്സിൽ നിന്നും ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പ്രതി സഞ്ചരിച്ച കാറും പോലീസ് പിടിച്ചെടുത്തു. പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. മികച്ച വരുമാനമുള്ള KSRTCയുടെ കട്ടപ്പന കമ്പം സർവീസ് മുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയ ബസ്സിനു പകരം സർവീസ് നടത്താൻ അന്തർസംസ്ഥാന പെർമിറ്റുള്ള ബസ് ഇല്ലാത്തതാണ് സർവീസ് മുടങ്ങാൻ കാരണം. KSRTC കട്ടപ്പന സബ് ഡിപ്പോയിൽ നിന്ന് കമ്പത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സിന് പ്രതിദിനം ശരാശരി 15,000 മുതൽ 20,000 രൂപ വരെ വരുമാനമുള്ളതാണ്. രാവിലെ 5:50, 9, വൈകിട്ട് 4:40 എന്നീ സമയങ്ങളിൽ കട്ടപ്പനയിൽ നിന്ന് കമ്പത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് മുടങ്ങിയിരിക്കുന്നത്. നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബസ് അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയാൽ പകരം ക്രമീകരിക്കാൻ കട്ടപ്പന ഡിപ്പോയിൽ അന്തർസംസ്ഥാന പെർമിറ്റുള്ള ബസ് ഇല്ലാത്ത സ്ഥിതിയാണ്. കട്ടപ്പന കുമളി നെടുങ്കണ്ടം ഡിപ്പോകൾക്കായി ഒരു ബസ് മാത്രമാണ് ഈ രീതിയിലുള്ളത്. കട്ടപ്പനയിലെ സർവീസ് മുടങ്ങിയതോടെ കുമളി ഡിപ്പോയിലുള്ള ബസ് എത്തിച്ച ഒരു തവണ കമ്പം പോയെങ്കിലും തുടർന്ന് അതിനും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സാഹചര്യമായി. ബസ് സർവീസ് നിലച്ചതോടെ ഒട്ടേറെ ആളുകളാണ് ബുദ്ധിമുട്ടുന്നത്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. കൂടാതെ അന്തർസംസ്ഥാന സർവീസിന് പെർമിറ്റുള്ള കൂടുതൽ ബസ് കട്ടപ്പന ഡിപ്പോയിലേക്ക് അനുവദിക്കാൻ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് വിതരണവും കലാസംഗമവും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. കലാപരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ നിർവഹിച്ചു. കർണാട്ടിക് മ്യൂസിക്, കഥകളി, ചെണ്ട, ചിത്രരചന എന്നിവയിലാണ് പഠിതാക്കൾ പരിശീലനം പൂർത്തിയാക്കിയത്. കലാമണ്ഡലം ശരത്, കലാമണ്ഡലം ഹരിത, ഡോക്ടർ ബോബിൻ കെ രാജു, TR സൂര്യദാസ് എന്നിവരായിരുന്നു പരിശീലകർ. സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ നിർവഹിച്ചു. ഗവൺമെന്റ് മേഖലയിൽ പരിശീലനം കിട്ടിയ, അതായത് കലാമണ്ഡലം അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പരിശീലനം കിട്ടി പുറത്തിറങ്ങിയ ആളുകളിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ട 1000 അധ്യാപകരെ സെലക്ട് ചെയ്തിട്ട് അവരിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് ഒക്കെ മേൽനോട്ടം വഹിക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി അധ്യാപകരായി നിയമിച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് മുൻപ് കലാപരിശീലനം അവരുടെ അഭിരുചി പ്രകടിപ്പിക്കാൻ കഴിയാതിരുന്ന ചെറുതും വലുതുമായ ആളുകളെ, കുട്ടികളെ മുതൽ മുതിർന്നവർ വരെയുള്ള ആളുകൾക്ക് ഈ രംഗത്ത് വന്ന് പഠിക്കുന്നതിനും ആ പരിശീലനം പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് അടക്കം സമ്പാദിച്ചുകൊണ്ട് സമൂഹത്തിൽ പുതിയ കലാകാരന്മാരെ സൃഷ്ടിക്കുക എന്ന കടമയാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പും സംസ്ഥാന സാംസ്കാരിക വകുപ്പും ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പദ്ധതിയിലെ മുതിർന്ന പഠിതാവ് ഫ്രാൻസിസ് ആദ്യ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്ററും സംഗീത നാടക അക്കാദമി കേന്ദ്ര കലാസമിതി സെക്രട്ടറിയുമായ S സൂര്യലാൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബേബി രജനി PR മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലജ വിനോദ്, പ്രോഗ്രാം കോർഡിനേറ്റർ JB ജോസഫ്, ഡോക്ടർ ബോബിൻ കെ രാജു, കലാമണ്ഡലം ശരത് എന്നിവർ സംസാരിച്ചു. കഥകളി അധ്യാപകൻ ശരത് കലാമണ്ഡലം, ചെണ്ട അധ്യാപകൻ ഡോക്ടർ ബോബിൻ കെ രാജു എന്നിവരെ ആദരിച്ചു. രാജേഷ് ലാൽ, അനന്തു AB, അതുല്യ പുഷ്പരാജ്, അജില അരുൺ എന്നിവർ നേതൃത്വം നൽകി.
കാഞ്ചാർ അഞ്ചുരുളി അങ്കണവാടിയിൽ പോഷൻ പക്വാഡ 2025 എന്ന പേരിൽ ഏകദിന പരിപാടി സംഘടിപ്പിച്ചു. കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും നടന്നു. മാതൃ ശിശു വികസന വകുപ്പ്, ICDS, കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പോഷൻ പക്വാഡ 2025 സംഘടിപ്പിച്ചത്. പരിപാടിയോടനുബന്ധിച്ച് അഞ്ചുരുളി ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയയിലെ പോഷകാഹാരക്കുറവുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി മാം കുട്ടികൾക്ക് മെഡിക്കൽ ക്യാമ്പും രക്ഷകർത്താക്കൾക്ക് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടിയിൽ ICDS സൂപ്പർവൈസർ സ്നേഹ സേവ്യർ അധ്യക്ഷയായിരുന്നു. കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലുണ്ടാകുന്ന പോഷകാഹാരക്കുറവ് അത് കണ്ടുപിടിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണക്രമം നമുക്ക് പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോഷൻ പക്വാഡ ഇങ്ങനെ പ്രോഗ്രാമുകൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രധാനമായിട്ടുള്ള ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുലയൂട്ടുന്ന അമ്മമാർ, അതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ കൊച്ചുകുട്ടികൾ, അംഗൻവാടി ലെവലിൽ വരുന്ന കൊച്ചുകുട്ടികളാണ്. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പരിശോധനകളും അവരുടെ മാർഗനിർദ്ദേശിക്കുന്ന കാര്യങ്ങളും JPHN ബിൻസി ജേക്കബ് ക്ലാസ് നയിച്ചു. ജയച്ചിമാരായ അനീഷ് ജോസഫ്, നികിത എന്നിവർ നേതൃത്വം നൽകി. പഴയരിക്കണ്ടം ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ ദേശോത്സവ് 2025 കൊടിയേറി. കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് ബ്രഹ്മശ്രീ അജി അനിരുദ്ധരൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഏപ്രിൽ 20 മുതൽ 24 വരെയാണ് ഉത്സവ ആഘോഷങ്ങൾ നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അജി അനിരുദ്ധൻ തന്ത്രികൾ ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വവും അഭിനേഷ് ശാന്തികൾ സഹകാർമ്മികത്വവും വഹിക്കും. പ്രധാന ഉത്സവ ദിനമായ ഏപ്രിൽ 24 പകൽപൂര ഘോഷയാത്രയും ശേഷം ഗാനമേളയും അരങ്ങേറും. ഉത്സവ ആഘോഷങ്ങൾക്ക് രക്ഷാധികാരി SB സന്തോഷ്, ശാഖായോഗം പ്രസിഡന്റ് ജയൻ കൊല്ലംപറമ്പിൽ, വൈസ് പ്രസിഡന്റ് ഉഷ സാബു, സെക്രട്ടറി ഷീന അജി എന്നിവർ നേതൃത്വം നൽകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് ശോചനീയാവസ്ഥയിൽ. തകർന്നു കിടക്കുന്ന റോഡ് രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകൾ അടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി. മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത്. റോഡിൽ നിരവധിയിടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. மூணார் டவுனில் இருக்கக்கூடிய ஜெனரல் ஹாஸ்பிட்டல் GH என்று அழைக்கக்கூடிய ஜெனரல் ஹாஸ்பிட்டல் ரோடு தகர்ந்துட்டு வருஷங்களாச்சு. இங்கே இருக்க லோக்கல் பொதுமக்களும், எஸ்டேட்டில் இருக்க தோட்டம் தொழிலாளி மக்களும், ஆதிவாசி மக்களும் இங்கே ஒரு எமர்ஜென்சி ஃபஸ்ட் எய்டுக்கு வரணும்னா ரொம்ப கஷ்டப்பட்டு வர வேண்டியதாக இருக்குது. ஒரு வண்டியில் இங்கே வரணும்னா 1 மணி நேரத்துக்கு மேலே ஆகுது இந்த ஹாஸ்பிட்டல் வர்றதுக்கும். ரோடு தகர்ந்து ரொம்ப இதாக இருக்குது. மழை காலத்துலேயும் இந்த வெயில் காலத்துலேயும் நமக்கு வண்டியில் வர்றதுக்கு ரொம்ப கஷ்டமான ஒரு சூழ்நிலை இருக்குது. உடனடியாக இந்த ரோடை சரி செய்ய வேண்டும் என்று கேட்டுக்கொள்கிறேன். തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹന യാത്രികരും മറ്റ് ചെറുവാഹനങ്ങളും ഏറെ പ്രയാസം അനുഭവപ്പെട്ടാണ് കടന്നു പോകുന്നത്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ തോട്ടത്തൊഴിലാളികളും ആദിവാസികളും അതുപോലെ തന്നെ നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലത്തുള്ള ഏക ഒരു ആശ്രയമാണ് ഈ ഫസ്റ്റ് റെഫറൽ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൻ്റെ റോഡ് തന്നെ അതോറിറ്റീസും അതുപോലെ തന്നെ ടാറ്റ ഹൈറേഞ്ച് അല്ലെങ്കിൽ KDHP കമ്പനിയുടെ മേജർ ഇതായിട്ടുള്ളതാണ്. അത് ഇതുവരെയായിട്ട് നന്നാക്കാൻ പറ്റിയിട്ടില്ല. മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട്. ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം. ഇനിയും കാലതാമസം വരുത്താതെ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry,
കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 240, വിൽപ്പനയ്ക്ക് വന്നത് 56,865, വിൽപ്പന നടന്നത് 56,286, കൂടിയ വില 3,238, ശരാശരി വില 2,584. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 715 രൂപ, ഏലം കൂടിയ വില 2,500, ഏലം ശരാശരി വില 2,300. കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,015 രൂപ, വെള്ളി 111. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. പാപ്പ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ പീഡാനുഭവ തിരുനാളും ഉദ്ധാനവും അനുസ്മരിച്ച് ഈസ്റ്റർ സന്ദേശം നൽകിയ ശേഷം. ലോകമനസാക്ഷിയുടെ ശബ്ദമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കും ജീവിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ഭാഗ്യമായി കരുതുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ക്രിസ്തുമത വിശ്വാസികൾക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ നഷ്ടമാണെന്ന് മുതിർന്ന CPM നേതാവ് MM മണി MLA. ലഹരിയും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളും വില്ലന്മാരാകുന്നതോടെ ജില്ലയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനകം ജില്ലയിൽ പൊലിഞ്ഞത് 2000-ഓളം ജീവനുകൾ. 5 വർഷത്തിനിടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവനൊടുക്കിയത് അടിമാലിയിൽ. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് നടത്തുന്ന അനാവശ്യ പോരാട്ടങ്ങളും യുദ്ധങ്ങളും പദ്ധതികൾ പലതും തടസ്സപ്പെടുത്തുന്നതായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. അനാവശ്യമായ എതിർപ്പുകളും പോരാട്ടങ്ങളുമാണ് ആശാവർക്കർമാരുടെ ഉൾപ്പെടെ പല മേഖലകളിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. സർക്കാരിന്റെ പിടിവാശി മൂലം സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി, പാചക, തൊഴിലെടുക്കുന്നവരുടെ വിഷയങ്ങൾ എന്നിവ അനിശ്ചിതത്വത്തിലായെന്നും MP. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.